ഹലോ ഡിയേഴ്സ്, നമ്മൾ മദർ ആൻഡ് സൺ എന്നുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ് എടുക്കുന്നത്. ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ഇയാൻ ക്രൈറ്റൺ സ്മിത്ത്, സ്കോട്ടിഷ് ഓതർ. ഓക്കെ, സ്കോട്ട്ലാൻഡുകാരനായിട്ടുള്ള ഒരു ഓതറായിരുന്നു ക്രൈറ്റൺ സ്മിത്ത് എന്ന് പറഞ്ഞത്. സോ ഇതിൽ മെയിനായിട്ട് ഒരു ടോക്സിക് ബോണ്ട് ബിറ്റ്വീൻ മദറും സണ്ണും തമ്മിലുള്ള ഒരു ഒരു സുഖകരമല്ലാത്ത ഒരു റിലേഷൻഷിപ്പിനെയാണ്. ഓക്കെ, ഒരു ഹെയ്റ്റ്രഡ്, അതുപോലെ തന്നെ ഇമോഷണൽ എക്സ്പ്ലോയിറ്റേഷൻ, ഓക്കെ, കെയർ ചെയ്യുന്നതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ള തീം വരുന്ന ഒരുപാട്. ഈ സണ്ണ് ഒരുപാട് മദറിനെ നോക്കിയിട്ടും അവർ പരിഹാസ വാക്കുകളും, അതുപോലെ തന്നെ നിന്നെ ഒന്നിനും കൊള്ളൂല, നിനക്ക് ഓഫീസ് ജോബ് കിട്ടൂല, നിൻ്റെ ഫാദറിൻ്റെ ഒരു ജനറ്റിക്കൽ എറർ നിനക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോക്കിംഗ് ആയിട്ട് ഫണ്ണായിട്ട് പറയുന്ന. മദർ എന്ന് പറഞ്ഞത് ബെഡ് റിഡൺ ആണ്, അതായത് അവർക്ക് അവർ രോഗശയ്യയിലാണ്, കിടപ്പിലാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ടീ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടും തൻ്റെ യൗവനം മൊത്തം ആ ഒരു വീട്ടിൽ കഴിച്ചു കൂടിയിട്ടും, അതുപോലെ തന്നെ അടിച്ചു വാരി കൊടുത്തിട്ടും ഹൗസ് ഹോൾഡ് വർക്ക്സ് ഒക്കെ ചെയ്തു കൊടുത്തിട്ടും അവരുടെ മകനെ വളരെ കുറ്റം പറയുന്ന ഒരു അങ്ങനെ ഉള്ള ഒരു സ്റ്റോറിയാണ് ഇതുള്ളത്. ജോൺ ആണ് മകൻ്റെ പേര്. കെയറിങ് മദർ, അതായത് ജോൺ എന്ത് ചെയ്യുന്നു, നല്ലൊരു ലോയൽ ആയിട്ടുള്ള പേഴ്സൺ ആണ്, ഹമ്പിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഇത്ര കുറ്റം പറഞ്ഞിട്ടും പ്രതികരിക്കാതെ മദറിനെ കെയർ ചെയ്യുന്ന, സെൻസ് ഓഫ് ഡ്യൂട്ടീസ് ഹൈ, അങ്ങനെ നല്ല സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്ത ബോധമുണ്ട്, ഓണസ്റ്റ് ആണ്. ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധനാണ്. ഫാദർ മരിച്ചിട്ടുണ്ട് ഇതിൽ. ഓക്കെ, ഫാദറിന് ഇതിൽ റോളില്ല, പക്ഷേ ഫാദറിനെ സംബന്ധിച്ച് നിന്റെ ഫാദർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ജോണിനെ ഇങ്ങനെ ക്രൂശിക്കുമായിരുന്നു. റോഡി മേസൺ എന്ന് പറഞ്ഞത് ഈ ജോണിൻ്റെ ഫ്രണ്ടാണ്, ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ റോഡി മേസൺ ഈ മദറിനെ പരിരക്ഷിച്ചിരുന്നു, ജോണിൻ്റെ ഒരു കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ. പിന്നീട് അവന് പഠനത്തിന് പുറത്ത് പോയപ്പം അവനുണ്ടെങ്കിൽ നിന്നേക്കാൾ നോക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മദർ എന്ത് ചെയ്യും, ഈ ജോണിനെ അങ്ങനെ പരിഹസിക്കുമായിരുന്നു. പിന്നെ മദർ എന്ന് പറഞ്ഞത് ഫിസിക്കലി വീക്കാണ്, ബെഡ് റിഡൺ ആണ്, വാണ്ട് ടു ഇൻഫ്ലിക്റ്റ് പെയിൻ, ഒരുപാട് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ ജോണിൻ്റെ മേലെ പറയുമായിരുന്നു. ബാക്ക് ബൈറ്റിങ്, അതുപോലെ തന്നെ പിന്നൊന്ന് കുത്തുക, മാനിപ്പുലേറ്റീവ്, അതുപോലെ തന്നെ ഒരുപാട് കള്ളക്കഥകൾ മെനഞ്ഞുകൊണ്ട്, ഓക്കെ, മാനിപ്പുലേറ്റീവ്, അവനെ എന്ത് ചെയ്യുമായിരുന്നു, അവനെ ഡൗൺ ആക്കുമായിരുന്നു, അല്ലെങ്കിൽ അവനെ ഡിസ്കറേജ് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയാം. ജോൺ പ്രിപ്പയർസ് ടീ, സ്വീപ്പിംഗ് ആൻഡ് ഡസൻ ഗോ മച്ച് ഫാർ. ഓക്കെ, ദൂരെ ടൂറുകളൊന്നും പോവില്ല അവന്, മദറിനെ ആലോചിച്ചിട്ട്. കാരണം മദർ ഇവിടെ ബെഡ് റിഡൺ ആണ്, അതുകൊണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ആളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഹൗസ് ഹോൾഡ് വർക്ക്സ് ചെയ്യാൻ, വാഷ് ചെയ്യാൻ ആളുണ്ടാവില്ല എന്നുകൊണ്ട് അദ്ദേഹം വീട്ടിൽ തന്നെ കഴിച്ചു കൂടുകയാണ് തൻ്റെ ചൈൽഡ്ഹുഡും യൗവനവും യൂത്തൊക്കെ. ഹി ഹാഡ് നോ ടൈം ടു സ്പെൻഡ് വിത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല. ആൻഡ് മദർ മേക്സ് വെർബൽ ഇൻസൾട്ട് സെയിങ് ദാറ്റ് ഈ ഇൻഹെറിറ്റഡ് ജനറ്റിക്കൽ എറർ. അപ്പം മദർ എന്ത് ചെയ്യാണ്, വാക്കുകളാൽ ഇൻസൾട്ട് ചെയ്യാണ്, അവന് ജനറ്റിക്കൽ എറർ ഉണ്ട് ഫ്രം ഫാദറിൻ്റെ ഫാമിലിയിൽ നിന്നും വന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ജോണിൻ്റെ ജോബ് എന്ന് പറഞ്ഞത് ഒരു ഫാമിംഗ് ജോബാണ്, അതായത് കർഷകനാണ്. മീൻസ് അദ്ദേഹം ഈ നെൽക്കതിരുകളൊക്കെ കെട്ടുക, ബൈൻഡിങ്, ഹെയർ സ്റ്റാക്സ്, വൈക്കോലുകളൊക്കെ കൂട്ടമായിട്ട് വെക്കുക, ഗ്രെയിന് ഒക്കെ, നെൽക്കറ്റകളൊക്കെ എന്ത് ചെയ്യുക, പിന്നെ അതിനെ ബൈൻഡ് ചെയ്യുക, കെട്ടി വെക്കുക, അങ്ങനത്തെ ജോബാണ്. അപ്പോൾ അത് കാണിക്കുന്നത് അവരുടെ ഒരു സോഷ്യൽ പൊസിഷൻ, മീൻസ് ഹയർ ജോബ്സ് ഇല്ല, ഒരു മിഡിൽ ക്ലാസ്, ഒരു ആവറേജ് ഫാമിലിയാണ് അവരുടേത്. ഓക്കെ, എക്കണോമിക്കലി വീക്കാണ്. ഹീസ് അൺഫിറ്റ് ഫോർ ഓഫീസ് ജോബ്സ് എന്ന് മദർ കളിയാക്കും. ശരിക്കും അവന് നല്ല ഫിസിക്കലി നല്ല സ്ട്രോങ് ആണ്, പക്ഷേ മെൻ്റലി അദ്ദേഹം ഈ എക്സ്പ്ലോയിറ്റേഷൻ മൂലം വീക്കായി പോയി ജോൺ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞത് മദർ എപ്പോഴും പറയും, മദർ അദ്ദേഹത്തെ കളിയാക്കും, ബ്ലെയിം ചെയ്യും. ബട്ട് ശരിക്കും ഐറോണിക്കലാണ്, ദ്വയാർത്ഥമുണ്ട്. മീൻസ് അവന് പുറത്തേക്ക് പോയാൽ പിന്നെ മദറിനെ നോക്കാൻ ആരുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഓഫീസ് ജോബിനൊക്കെ പോയാൽ അവിടെ ഒരു കെട്ടിയിട്ട പണിയായിരിക്കും. കെട്ടിയിട്ട പണി മീൻസ് ഈ ഒരു അവേഴ്സിൻ്റെ ഇടയിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ള ഇത് വരുമ്പം എന്തായിരിക്കും, ഈ ഫാമിംഗ് ഒക്കെ ആകുമ്പോൾ നെൽക്കതിര് കെട്ടുക, അങ്ങനെ ആകുമ്പോൾ ഇടയ്ക്കൊന്ന് വീട്ടിൽ വരാം എന്നുള്ള രീതിയിൽ, അതായത് മദറിനെ നോക്കാമെന്നുള്ള രീതിയിലാണ് അവൻ ഓഫീസ് ജോബിന് പോവാത്തത്. പക്ഷെ ഇത് മദർ മനസ്സിലാക്കുന്നില്ല, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഓൾവേസ് റെയിനിങ്. അപ്പോൾ ഇതിൽ സ്റ്റോറിയിൽ പറയുന്നത് എപ്പോഴും ഈ വീട്ടിൽ എൻ്റെ മുറ്റത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഡിപ്രഷന്, മഴ പെയ്യുമ്പം അതിൻ്റെ ഈ മഴത്തുള്ളികളെ, റെയിൻ ഡ്രോപ്സിനെ കണ്ണുനീർ തുള്ളികളായിട്ട്, ഓക്കെ, അതായത് ഐ ഡ്രോപ്സ് ആയിട്ട്, അല്ലേ, അപ്പം ടിയേഴ്സ് ആയിട്ട് കണ്ണുനീരുകളായിട്ട്
കാണുകയാണ്. ഡിപ്രഷൻ്റെ ഒരു സിമ്പിളായിട്ട് ആ ഒരു മഴയുടെ മ്യൂസിക്കിനെ ഡിപ്രസീവ് മൂഡിലേക്ക്, ഗ്ലൂമി മൂഡിലേക്ക് കൊണ്ടുപോവുകയാണ് മദർ. അതുപോലെ വിൻഡോ ആൻഡ് ബസ്, ഇതിൽ ബസ് സിംബലൈസ് ചെയ്യുന്നത് ഫ്രീഡത്തിനെ, മൊബിലിറ്റിയെ, ചലനത്തെ ഒക്കെയാണ്. വിൻഡോ എന്ന് പറഞ്ഞാൽ ഫ്രീഡത്തെ, ഓക്കെ, വിൻഡോ ജനവാതിൽ, ഫ്രീഡത്തെ ആണ് സിംബലൈസ് ചെയ്യുന്നത്. സോ ബെഡ് എന്ന് പറഞ്ഞത് പ്രിസൺ ആൻഡ് അതോറിറ്റി, അതിൽ പ്രിസണിനെയും അതുപോലെ, അതായത് മദർ എന്താണ് അവിടെ പ്രിസണിൽ ഒരു ബെഡിൽ ഇങ്ങനെ കിടക്കുന്നു, എന്നിട്ട് ഒരു അതോറിറ്റി സ്ഥാപിക്കുകയാണ്, ഒരു തീരെ ഒരു സ്നേഹമില്ലാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് മകനെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ വൺ ഡേ ഇതിലൊരു സംഭവം എന്ന് പറഞ്ഞത്, ഇതിലൊരു സ്റ്റോറി ആയിട്ട് അങ്ങനെയല്ല, പക്ഷേ ഒരു സംഭവവികാസം എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാച്ചസ് യങ് പീപ്പിൾ ഡാൻസിങ് ഇൻ ബസ്, ഓക്കെ, ഒരു ബസ്സിൽ കുറച്ച് കൂട്ടുകാരന്മാരിങ്ങനെ യാത്ര ചെയ്യാണ്. അവൻ്റെ കൂട്ടുകാരന്മാരല്ല, പുറത്ത് വിൻഡോ കൂടെ നോക്കിയപ്പം അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ഹി ഫീൽസ് ലോസ്റ്റ് ഹിസ് ചൈൽഡ്ഹുഡ് ആൻഡ് യൂത്ത്സ്. അവരെ കണ്ടപ്പം അദ്ദേഹത്തിൻ്റെ യൂത്തും അതൊക്കെ പോയല്ലോ, ചൈൽഡ്ഹുഡൊക്കെ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു ആദ്യം അദ്ദേഹത്തിന് വരികയാണ്. ഓക്കെ, ഇവരിങ്ങനെ നല്ല സന്തോഷിക്കുമ്പോൾ എൻ്റെ യൂത്ത് ആകെ അവതാളത്തിലാണല്ലോ എന്നുള്ളത്. റാദർ ഹി വാസ് സൈക്കോളജിക്കലി ടോർച്ചേർഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എൻ്റെ ചൈൽഡ്ഹുഡും യൂത്തൊക്കെ എന്താണ് ഇവിടെ സ്പെൻഡാണ്, വീട്ടിൽ സ്പെൻഡാണ്, എനിക്ക് ഇവരെ പോലെ പുറത്തു പോകാൻ കഴിയുന്നില്ലല്ലോ, ഡാൻസ് കളിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ആദ്യം. ഇമോഷണൽ എൻട്രാപ്മെൻറ്റ്, അതുപോലെ തന്നെ ഇമോഷണലി അവർ വീക്കായി മാറി. ഹി ഗോട്ട് അൺറെസിപ്രോക്കേറ്റഡ് ലവ്, അവൻ ഒരുപാട് മദറിനെ സ്നേഹിച്ചെങ്കിലും അത് തിരിച്ചു ലഭിച്ചില്ല. എ ക്വിക്ക് ഇമ്പൾസ് ആൻഡ് ഡാർക്ക് ഫീലിംഗ് ടു കിൽ ഹിസ് മദർ, അങ്ങനെ ഒരിക്കലും അവൻ്റെ മനസ്സിലേക്ക് തൻ്റെ ചൈൽഡ്ഹുഡും യൗവനമൊക്കെ മദർ നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു ഫീലിംഗ് വരാണ്, അങ്ങനെ ഒരു ഡാർക്ക് ഫീലിംഗ് വരാണ് മദറിനെ കില്ല് ചെയ്താലോ എന്ന്. ബട്ട് ഹി ഡസൻ തിങ്കിങ് ഷീ ഈസ് ഓൾഡ് ആൻഡ് വീക്ക്, പക്ഷെ തൻ്റെ മദറാണല്ലോ, ഓൾഡാണല്ലോ, വീക്കാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു തോട്ട് പോവാണ്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ജോൺ എംബ്രേസസ് ഡെസ്റ്റിനി, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവന് മദറിനെ എന്ത് ചെയ്യുന്നില്ല, സംരക്ഷിക്കാതെ നിൽക്കുന്നൊന്നുമില്ല, സംരക്ഷിക്കുകയാണ്, ഇതെൻ്റെ വിധിയാണെന്ന് പറഞ്ഞുകൊണ്ട്. അതായത് മീൻസ് എനിക്ക് സ്നേഹം ലഭിക്കാനുള്ള, തിരിച്ചു ലഭിക്കാനുള്ള ഒരു അതില്ല. ഓക്കെ, മദറിൻ്റെ അടുത്ത് ചിലവഴിക്കുന്നത് ഒരിക്കലും എന്തല്ല, പിന്നെ അതായത് നമുക്ക് ദൂരെ പോകാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മദറിൻ്റെ അടുത്ത് ചിലവഴിക്കുന്നത്, അല്ലെങ്കിൽ പേരൻസിനെ കെയർ ചെയ്യുക എന്നുള്ളത്, പേരൻസിനെ കെയർ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്, ഡ്യൂട്ടി തന്നെയാണ്. പക്ഷേ പിന്നെ അവനത് തിരിച്ചു കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ചെറിയ ഉള്ളിലൊരു വേദന, അത്രേ ആ ഒരു ജോണിന്. അതോടുകൂടി ഈ ഒരു സ്റ്റോറി അവസാനിക്കുകയാണ്. അവന് ആ ഒരു മദറിൻ്റെ അടുത്തുള്ള ആ ഒരു ബെഡിൽ, ഓക്കെ, ആ ഒരു റൂമിൽ അവരെ പരിരക്ഷിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ഡെസ്റ്റിനിയെ എംബ്രേസ് ചെയ്തുകൊണ്ട് ലൈവ് ചെയ്യാണ്.